എല്ലാവർക്കും നമസ്കാരം. ലേൺ വൈസ് എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. BA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന ഡിഗ്രി പ്രോഗ്രാമിന്റെ BNM 023 മീഡിയ ആൻഡ് ഇൻഫർമേഷൻ ലിറ്ററസി എന്നുള്ള ഈ ഒരു പേപ്പർ ഇനി കുറച്ച് ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് വേണ്ടി ഹാൻഡിൽ ചെയ്യുന്നത് ഞാനായിരിക്കും. ഇന്ന് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്തെല്ലാമാണ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കേണ്ടി വരുന്നത്, ഈ ഒരു സബ്ജക്ട് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തെല്ലാം കാര്യങ്ങളാണ്, ഇത്തരത്തിലുള്ള ഒരു ഓവർവ്യൂ ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ഒരു പേര് മീഡിയ ആൻഡ് ഇൻഫർമേഷൻ ലിറ്ററസി എന്നുള്ള ഈ ഒരു സബ്ജക്റ്റിന്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. മീഡിയയും ഇൻഫർമേഷൻ ലിറ്ററസിക്ക് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. മീഡിയ എന്ന് വെച്ചാൽ നമുക്കറിയാം പലതരത്തിലുള്ള മീഡിയ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മീഡിയകൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. മീഡിയ കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത് പ്രിന്റ് മീഡിയ, അതുപോലെ തന്നെ ബ്രോഡ്കാസ്റ്റ് മീഡിയ, മാസ് മീഡിയ. ബ്രോഡ്കാസ്റ്റ് മീഡിയകളാണ് ടെലിവിഷൻ, റേഡിയോ ഒക്കെ. പ്രിന്റ് മീഡിയകളാണ് ന്യൂസ് പേപ്പറും നമ്മുടെ മാഗസൈൻസും ബുക്കുകളും ഒക്കെ. അപ്പൊ ഇത്തരത്തില് നമ്മൾ ഒരുപാട് മീഡിയകൾ നമ്മുടെ ജീവിതത്തില് പലയിടങ്ങളിലായി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മീഡിയ വഴി പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് നമ്മൾ സ്വീകരിക്കുന്നുണ്ട്, നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ലിറ്ററസി എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ലിറ്ററസി എന്ന് പറഞ്ഞാൽ സാക്ഷരത. നമ്മൾ പറയാറില്ലേ കേരളത്തിൽ പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരത കൈവരിച്ചു. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറയും കമ്പ്യൂട്ടർ വിജ്ഞാനം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കാനുള്ള ഒരു അറിവ് എല്ലാവരിലേക്കും എത്തിക്കഴിഞ്ഞാൽ, ശരിയായ രീതിയിൽ എങ്ങനെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാം എന്ന് എല്ലാവർക്കും അറിഞ്ഞു കഴിഞ്ഞാൽ അത് ലിറ്ററസി കൈവരിച്ചു എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെയാണ് ഈ ഒരു സബ്ജക്റ്റും. മീഡിയയും അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസിനും ഒരു ശരിയായ രീതിയിലുള്ള ഉപയോഗം നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലിറ്ററസി എന്ന് നമുക്ക് പറയാം. സോ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ എത്ര ചാപ്റ്റേഴ്സ് ആണ് അല്ലെങ്കിൽ എത്ര ബ്ലോക്കുകളാണ് എന്നുള്ളത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ 4 ബ്ലോക്കുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഈ 4 ബ്ലോക്കുകളായിട്ട് ഏകദേശം 16, കൃത്യമായി പറഞ്ഞാൽ 16 യൂണിറ്റുകൾ നമുക്ക് വേണ്ടിയുണ്ട്. ബ്ലോക്ക് 1ലും ബ്ലോക്ക് 2ലും 5 യൂണിറ്റ്സ് വീതമുണ്ട്. ബ്ലോക്ക് 3ലും ബ്ലോക്ക് 4ലും 3 യൂണിറ്റ്സ് വീതമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഈ ഒരു സബ്ജക്റ്റിന്റെ ഒരു പ്രത്യേകത, നമുക്ക് നമ്മുടെ ജീവിത രീതികളുമൊക്കെയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ വളരെ രസകരമായി നമ്മുടെ ജീവിത ശൈലിയുമായി നമുക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇത് പഠിച്ചു പോകാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു സബ്ജക്റ്റിന്റെ പ്രത്യേകത. നമുക്കറിയാം മീഡിയയും ഇൻഫർമേഷനൊക്കെയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ദിനംപ്രതി ചെയ്യുന്നവരാണ്. സോ അതിന്റെ കണ്ടന്റുകളെ എങ്ങനെ ശരിയായി ഉപയോഗിക്കാം, ഈ മീഡിയ വഴിയൊക്കെയുള്ള ഇൻഫർമേഷൻസ് ആരാണ് സെൻഡ് ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയൊക്കെയാണ് സെൻഡ് ചെയ്യപ്പെടുന്നത്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ബ്ലോക്ക് 1ലേക്ക് കടക്കാം. ബ്ലോക്ക് 1 നിങ്ങൾക്ക് ഇവിടെ കാണാം, അണ്ടർസ്റ്റാൻഡിങ് മീഡിയ ആൻഡ് ഇൻഫർമേഷൻ ലിറ്ററസി. അതായത് മിൽ എന്നുള്ള ഒരു പേരാണ്. നിങ്ങൾ അതിവിടെ ഓർത്തു വെക്കണം. നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൽ ഉടനീളം നിങ്ങൾക്ക് MIL എന്ന് പറയുന്ന ഷോർട്ട് ഫോം ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് കാണാം. ക്വസ്റ്റ്യൻ പേപ്പറിലും മിൽ എന്ന് കാണാം. തെറ്റിദ്ധരിക്കപ്പെടരുത്, നമ്മുടെ സബ്ജക്റ്റിന്റെ പേര് തന്നെയാണ് മീഡിയ ആൻഡ് ഇൻഫർമേഷൻ ലിറ്ററസിയുടെ ഷോർട്ട് ഫോം ആണ് എന്നുള്ളത് ആദ്യം തന്നെ എല്ലാവരും മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുക, അതായത് മില്ലിനെ ഒന്ന് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നത്. ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് 5 യൂണിറ്റുകളാണുള്ളത്. ആദ്യത്തെ യൂണിറ്റ് അണ്ടർസ്റ്റാൻഡിങ് മീഡിയ ഇൻഫർമേഷൻ ലിറ്ററസി തന്നെയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് മീഡിയ ഇൻഫർമേഷൻ ലിറ്ററസിയിൽ വരുന്നത്, ഇത് മീഡിയയുമായും ഇൻഫർമേഷനുമായും ലിറ്ററസി എന്നുള്ള വേർഡ് എങ്ങനെ കണക്ട് ചെയ്യപ്പെട്ട് കിടക്കുന്നു, അതുപോലെ ഇതിൽ 3 സ്റ്റെപ്പ് ഉണ്ട്. നമ്മൾ ഈ ലിറ്ററസി മീഡിയ വഴി ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കണ്ടന്റുകൾ എക്സ്പ്ലോർ ചെയ്യണം, ആ കണ്ടന്റുകളിൽ എൻഗേജ് ചെയ്യണം, കൂടുതൽ സമയം ചെലവഴിക്കാനും അതുപോലെ തന്നെ കണ്ടന്റുകളെ മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ഒരു കഴിവ് നമുക്ക് വേണം. അതുപോലെ തന്നെ എംപവർ ചെയ്യണം, കണ്ടന്റുകളെ സ്വന്തമായി ക്രിയേറ്റ് ചെയ്യാനും അത് ജനങ്ങളിലേക്കും സൊസൈറ്റിയിലേക്കും വേണ്ട രീതിയിൽ എത്തിക്കാനൊക്കെ ഉള്ള ഒരു കഴിവ് കൂടി വേണം. അപ്പൊ എക്സ്പ്ലോർ, എൻഗേജ്, എംപവർ എന്നുള്ള ഈ ഒരു 3 വേർഡ് എല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക. അതൊരു 3 സ്റ്റെപ്പുകളാണ് ലിറ്ററസി കൈവരിക്കുന്നതിന് വേണ്ടി, മീഡിയ അല്ലെങ്കിൽ ഇൻഫർമേഷൻ വഴി ലിറ്ററസി കൈവരിക്കുന്നതിനുള്ള 3 സ്റ്റെപ്പുകളാണ്. അതുപോലെ തന്നെ എന്തെല്ലാം സ്കില്ലുകളാണ് അതിനു വേണ്ടിയിട്ട് വേണ്ടത്, എങ്ങനെയാണ് ഫാക്ട് ഫൈൻഡ് ചെയ്യുക, സത്യങ്ങളെ എങ്ങനെ, മീഡിയ വഴി ഒരുപാട് ഇൻഫർമേഷൻസ് വരുന്നുണ്ട് അല്ലേ, പലതരത്തിലുള്ള ഇൻഫർമേഷൻ ആണ്, നമുക്ക് തെറ്റായ ഇൻഫർമേഷൻ ഒരുപാട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നാളെ കളക്ടർ അവധി പ്രഖ്യാപിച്ചു എന്ന് നമ്മൾ പലപ്പോഴും നമ്മുടെ വാട്സപ്പിലൂടെയൊക്കെ പോസ്റ്റ് കാണും. പക്ഷെ കളക്ടർ ശരിക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടാവണമെന്നില്ല. അപ്പൊ ശരിയായ കണ്ടന്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അതുപോലെ തന്നെ മീഡിയയിലെ ഓഡിയൻസ് ആരൊക്കെയാന്നുള്ളത്,
അതായത് നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ ഈ ഒരു വീഡിയോയുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ആണ് അല്ലെ. ലേൺ വൈസ് എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതിന് മറ്റു ഓഡിയൻസുകളില്ല. എന്നാൽ നമുക്കറിയാം, കുട്ടികളെ കോൺസെൻട്രേറ്റ് ഉള്ള കാർട്ടൂണുകളുടെ കണ്ടന്റുകൾ ഉണ്ട്. അതിന് കുട്ടികളാണ് അവിടെ ഓഡിയൻസ് ആയിട്ട് വരുന്നത്. അതുപോലെ വിമണ്ണെ കോൺസെൻട്രേറ്റ് ഉള്ള പല കണ്ടന്റുകളുണ്ട്. സോ ഇങ്ങനെ വൈഡ് റേഞ്ച് ഓഫ് കണ്ടന്റുകളും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഓഡിയൻസും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ യൂണിറ്റ് 1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം യൂണിറ്റ് 2ലേക്ക് വരികയാണെങ്കിൽ സിവിക് പാർട്ടിസിപ്പേഷൻ ആണ്. അതായത് സാധാരണ ജനങ്ങൾ ഇതിൽ എങ്ങനെയൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, സിവിക് പാർട്ടിസിപ്പേഷൻ ലിറ്ററസി, അതായത് ജനങ്ങൾക്ക് എങ്ങനെ മീഡിയ ലിറ്ററസി കൈവരിച്ചെടുക്കാൻ പറ്റും, അതുപോലെ തന്നെ ജനങ്ങൾക്കുള്ള റൈറ്റ് ടു ഇൻഫർമേഷൻ. നിങ്ങൾക്ക് അറിയുന്നുണ്ടോ, RTA ആക്ട് എന്ന് പറയുന്നത് 2005 നമ്മുടെ കേരളത്തിലൊക്കെ വന്നിട്ടുള്ള ഒരു ആക്ട് ആണ്. നമുക്ക് ഇൻഫർമേഷൻസ് ഏത് ജനങ്ങൾക്കും പൊതുജനങ്ങൾക്കൊക്കെ ഇൻഫർമേഷൻസ് എന്തിനെ കുറിച്ചും അറിയാനുള്ള ഒരു പിന്നെ ഓപ്പർച്യൂണിറ്റിയാണ് RTA ആക്ട് കൊണ്ടുള്ളത്. അപ്പം ഇത്തരത്തില് ഉള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് 2 ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നത്. ഇനി യൂണിറ്റ് 3ലേക്ക് വരുമ്പോഴോ നമുക്കിവിടെ നോക്കാം, ഇന്ററാക്ടിങ് വിത്ത് മീഡിയ അതർ കണ്ടന്റ് പ്രൊവൈഡേഴ്സ്. നമ്മൾ മീഡിയയുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത്, വിച്ച് മീൻസ് നമ്മൾ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മറ്റുള്ള കണ്ടന്റ് പ്രൊവൈഡേഴ്സ് എന്നുള്ള പലതരത്തിലുള്ള കണ്ടന്റുകൾ നമുക്കുണ്ട്. ബിസിനസ് കമ്പനികളുടെ കണ്ടന്റ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കണ്ടന്റുകൾ ഉണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള കണ്ടന്റുകൾ മീഡിയ വഴിയുണ്ട്. സോ ഇതെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യാം, ഇവരുമായിട്ടൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ വഴിയും അല്ലെങ്കിൽ ഇന്റർനെറ്റിലോ വെബ്സൈറ്റിലോ ഇത്തരത്തിലുള്ള കണ്ടന്റുമായി ഒക്കെ ബന്ധപ്പെടുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. മീഡിയയുടെ കണ്ടന്റുകൾ ന്യൂസ് പേപ്പർ വഴിയും വീഡിയോസ് വഴിയും അഡ്വർടൈസ്മെന്റ് വഴിയൊക്കെ നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്ന് AI ടൂൾസുകൾ ഒക്കെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് മീഡിയയുടെ കണ്ടന്റുകൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് യൂണിറ്റ് 3 പഠിക്കേണ്ടതായിട്ട് വരുന്നത്. ഇനി നമുക്ക് നോക്കാം യൂണിറ്റ് 4ലേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ടീച്ചിങ് ആൻഡ് ലൈഫ് ലോങ് ലേണിംഗ് ആണ്. ഇതിലൊരു രസകരമായ കാര്യം മീഡിയ നമ്മളെ ടീച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നതും അത് തന്നെയാണ്. നമുക്ക് സ്കൂളുകളിൽ നിന്നോ അല്ലെങ്കിൽ കോളേജുകളിൽ നിന്നോ മാത്രമല്ല നമ്മൾ എഡ്യൂക്കേഷൻ നേടിയെടുക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾക്ക് അറിവുകൾ എവിടെ നിന്നാണ് കിട്ടുന്നത്? ശരിയാണ്. ഒബ്വിയസ്ലി നമ്മൾ സ്കൂളിൽ പോകുമ്പോഴും കോളേജുകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള നമ്മുടെ ഒരു പക്വത വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും. പക്ഷെ അതിലുപരി നമുക്ക് ഇന്റർനെറ്റുകൾ വഴിയും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വഴിയും യൂട്യൂബുകൾ വഴിയൊക്കെ നമ്മൾ ഇൻഫർമേഷൻസ് അക്വയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മീഡിയ നമ്മൾ ടീച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലൈഫ് ലോങ് നമ്മുടെ അവസാനം നമ്മൾ എത്ര കാലം ജീവിക്കുന്നോ അത് വരെ നമ്മൾ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇന്ന് വയസ്സായ ആളുകൾ വരെ മീഡിയ ഇല്ലാതെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇല്ലാതെ അല്ലെങ്കിൽ വാട്സപ്പ് ഇല്ലാതെ അല്ലെങ്കിൽ യൂട്യൂബ് ഇല്ലാതെ കഴിയാത്ത സാഹചര്യത്തിലാണ് ഉള്ളത്. എല്ലാവരും ഈ മീഡിയ അതിന്റെ ഇൻഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് നോളജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് 4 നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നത്. ഇവിടെ പറയുന്നുണ്ട്, മിൽ എന്ന് പറയുന്ന മീഡിയ ഇൻഫർമേഷൻ ലിറ്ററസി എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. നമുക്ക് ലിറ്ററസി ഉണ്ടാക്കിയെടുക്കലാണ്, ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവ് നേടിയെടുക്കലാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മീഡിയ ഇൻഫർമേഷൻ ലിറ്ററസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മളെ മീഡിയ ടീച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നത്. അടുത്ത് നോക്കുക, യൂണിറ്റ് 5 കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ, ടീച്ചിങ് ആൻഡ് ലേണിംഗ്. ടീച്ചിങ്ങിലും ലേണിങ്ങിലും നമുക്ക് കമ്മ്യൂണിക്കേഷനും ഇൻഫർമേഷൻസും എത്രത്തോളം ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ടീച്ചിങ് രീതി ഓൺലൈനിലേക്ക് മാറി ഇല്ലേ. നിങ്ങളിപ്പം ഡിസ്റ്റന്റ് എഡ്യൂക്കേഷനിൽ ഒരുപാട് ആളുകൾ സാധ്യത കൂടിക്കൊണ്ട് വരികയാണ്. ക്ലാസ് റൂമുകളിൽ പോയി പഠിക്കുന്നതിനപ്പുറം നമുക്ക് സ്വയം നമ്മുടെ സമയത്തിനനുസരിച്ച് നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ പഠിക്കുന്ന രീതി ടെക്നോളജിയുടെ സഹായത്തോടു കൂടി അത് തന്നെയാണ് ഇവിടെ പഠിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ജീവിത രീതികളും ശൈലികൾക്കുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ പറ്റുന്ന വളരെയധികം രസകരമായി പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇത് എന്നുള്ളതാണ്. സോ ടീച്ചിങ് ലേണിംഗിലെ മീഡിയ ഇൻഫർമേഷൻസ് ഒക്കെ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് യൂണിറ്റ് 5 ഒരു സാരാംശം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബ്ലോക്ക് 2ലേക്കാണ് പോകുന്നത്. അതായത് ബ്ലോക്ക് 1 5 യൂണിറ്റുകളാണ് ഉള്ളത്. അതിനുശേഷം ബ്ലോക്ക് 2ലേക്ക് വരുമ്പോൾ നമുക്ക് 5 യൂണിറ്റുകൾ തന്നെ ഉള്ളത്. യൂണിറ്റ് 6 മുതൽ യൂണിറ്റ് 10 വരെയാണ് നമുക്ക് ബ്ലോക്ക് 2 പഠിക്കാനുള്ളത്. മിൽ സൊസൈറ്റി ആൻഡ് എത്തിക്സ് എന്ന് വെച്ചാൽ സൊസൈറ്റിയുമായി മീഡിയ ഇൻഫർമേഷൻ ലിറ്ററസി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, എന്തൊക്കെയാണ് എത്തിക്സുകൾ. എത്തിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള നോംസുകളെയാണ് പറയുന്നത്. ചില നോംസ് നമ്മൾ ഒഴിവാക്കേണ്ടി വരും,
നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്, നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇല്ലേ? മീഡിയ വഴി നമുക്ക് ഒരാളുടെ ഫോർ എക്സാമ്പിൾ മറ്റൊരാളുടെ ഇൻഫർമേഷൻസ് നമുക്ക് ഷെയർ ചെയ്യാൻ പാടില്ല ശരിക്കും ഇല്ലേ? അത് നമ്മൾ പാടില്ലാത്ത എത്തിക്സ് ആണ്. എന്നാൽ പറ്റുന്ന എത്തിക്സ് ഉണ്ട്. ചില ഇൻഫർമേഷൻസ് നമ്മൾ ഷെയർ ചെയ്തേ പറ്റൂ. തെറ്റുകളെ കണ്ടാൽ ചൂണ്ടുന്നവരാണ് ജേർണലിസം പഠിക്കുന്ന എല്ലാവരും. സോ അത്തരത്തിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോ ഇത്തരത്തിലുള്ള സൊസൈറ്റിയെയും എത്തിക്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ലിറ്ററസി, മീഡിയയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് നമുക്കിവിടെ ഈ ബ്ലോക്ക് 2 പഠിക്കാനുള്ളത്. ഇവിടേക്ക് വരുമ്പോൾ ബ്ലോക്ക് 2 ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള യൂണിറ്റ് 6 ലേണിംഗ് തിയറീസ് ആണ് പറയുന്നത്. അതായത് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. പ്രധാനപ്പെട്ട ഗവേഷകർ എന്തൊക്കെയാണ് മീഡിയ ഇൻഫർമേഷൻ ലിറ്ററസിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, എന്തൊക്കെയാണ് അവരുടെ കാഴ്ചപ്പാടുകൾ എന്നുള്ളതൊക്കെയാണ് ഇവിടെ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ഇവിടെ പിയാജറ്റും അതേപോലെ വിഗോട്സ്കിയൊക്കെ കുറച്ച് കാര്യങ്ങൾ മുമ്പോട്ട് വെക്കുന്നുണ്ട്, കുറച്ച് തിയറീസ് മുമ്പോട്ട് വെക്കുന്നുണ്ട്. അത്തരത്തിലുള്ള മുൻ കാലഘട്ടങ്ങളിൽ ഡിറൈവ് ചെയ്തിട്ടുള്ള കുറച്ച് തിയറീസിനെ കുറിച്ച് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ യൂണിറ്റ് 7 വരുമ്പോൾ എനാബിളിംഗ് എൻവിറോൺമെന്റ് ഫോർ മീഡിയ ആൻഡ് ഇൻഫർമേഷൻ ലിറ്ററസി ഇൻ ലേണിംഗ് സ്പേസസ്. നമ്മുടെ ടീച്ചിങ് ലേണിംഗിലൊക്കെ എത്രത്തോളം ടീച്ചിങ് ലേണിംഗിലല്ല, മെനി കൺട്രീസ് പലതരത്തിലുള്ള USA, UK, ഇന്ത്യ ഒക്കെ നമുക്ക് പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ എന്ത് ചെയ്യുന്നുണ്ട്, മീഡിയ പറ്റി പഠിക്കാനും മീഡിയയുടെ നോളജ് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഏതൊക്കെയാണ് എന്നുള്ളതും, അതുപോലെ തന്നെ ഫേക്ക് ന്യൂസുകൾക്കെതിരെ എങ്ങനെ ഫൈറ്റ് ചെയ്യാം, ഫേക്ക് ന്യൂസുകൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, ഇതൊക്കെ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇന്ത്യയും USA-യും UK ഒക്കെ പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ എന്ത് ചെയ്യുന്നുണ്ട്, മുമ്പോട്ട് വെക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 7 നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്. ഇനി യൂണിറ്റ് 8 വരുമ്പോൾ ഓഡിയൻസ് ആണ്. നാഷണൽ ഗ്ലോബൽ കോണ്ടക്സ്റ്റിലുള്ള ഓഡിയൻസിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. ചിൽഡ്രൻസ് ഓഡിയൻസ് ആണ്, സ്റ്റുഡൻസ് ഓഡിയൻസ് ആണ്, ടീച്ചേഴ്സും ഓഡിയൻസ് ആണ്. ഒബ്വിയസ്ലി പലതരത്തിലുള്ള ഓഡിയൻസ് മീഡിയക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ടെലിവിഷൻ, അത് റേഡിയോക്കും ന്യൂസ് പേപ്പറിനൊക്കെ അവരുടേതായിട്ടുള്ള പല കാറ്റഗറി ഓഫ് ഓഡിയൻസ് ഉണ്ട്. കുറച്ചുകൂടെ ചില ആളുകൾ കണ്ടിട്ടില്ലേ, റേഡിയോ വളരെയധികം കേൾക്കും. ഇപ്പൊ എന്റെ ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എത്ര പേര് റേഡിയോ കേൾക്കാറുണ്ട്? സോ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ റേഡിയോയുടെ ഓഡിയൻസ് ആണ്. കേൾക്കുന്നില്ലെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ മറ്റേതോ കണ്ടത്, ചിലപ്പം സോഷ്യൽ മീഡിയയുടെ ഓഡിയൻസ് ആയിരിക്കും നിങ്ങളിൽ കൂടുതൽ പേരും എന്നുള്ളതാണ്. സോ അത്തരത്തിലുള്ള നാഷണൽ ഗ്ലോബൽ ലെവലിലുള്ള ഓഡിയൻസിനെ കുറിച്ച് പഠിക്കുന്നതാണ് യൂണിറ്റ് 8 എന്ന് പറയുന്നത്. യൂണിറ്റ് 9 വരുമ്പോൾ ടെക്നോളജി, മീഡിയ ആൻഡ് സൊസൈറ്റി. ഈ മീഡിയയും സൊസൈറ്റിയുമായിട്ട് ടെക്നോളജികൾ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടും കണ്ടന്റുകളെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ടെക്നോളജി നമ്മളെ വളരെയധികം ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡെമോക്രസിയിൽ നമ്മുടെ രാജ്യം ഒരു ഡെമോക്രാറ്റിക് നാഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജനാധിപത്യത്തിൽ എത്രത്തോളം പബ്ലിക് ലീഡേഴ്സ്, പബ്ലിക് ഒഫീഷ്യൽസ്, പൊതുജനങ്ങൾ, സിവിക് എല്ലാം ടെക്നോളജിയെ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ഏതെല്ലാം ടെക്നോളജികൾ അവർ ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. പല ന്യൂസുകളും പല മീഡിയകളൊക്കെ ഇന്ന് ഫേക്ക് ന്യൂസുകൾ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് സൊസൈറ്റിയിൽ. പല മീഡിയ ചാനലുകളും ഇന്ന് മണി ബേസ്ഡ് ആണ്. എന്ന് വെച്ചാൽ പണത്തിന് വേണ്ടിയിട്ട് മാത്രം ചില ആളുകൾ പറയുന്ന കണ്ടന്റുകൾ മാത്രം നമ്മളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പൊ അത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് 9 പഠിക്കുന്നത്. യൂണിറ്റ് 10 വരുമ്പോൾ ഫ്രീഡം, എത്തിക്സ് ആൻഡ് സോഷ്യൽ അക്കൗണ്ടബിലിറ്റി. സോഷ്യൽ അക്കൗണ്ടബിലിറ്റി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് പൊതുവായിട്ടുള്ള നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെ കുറിച്ചാണ്. അതുപോലെ നമ്മുടെ എത്തിക്സുകൾ എന്തൊക്കെയാണ്, നമുക്കുള്ള ഫ്രീഡങ്ങൾ എന്തൊക്കെ. അപ്പൊ നമുക്ക് ഒരുപാട് ഫ്രീഡങ്ങൾ ഉണ്ട് അല്ലെ. പക്ഷെ ആ ഫ്രീഡത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ എത്തിക്സ് നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, മീഡിയ വഴിയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റർ കാണുമ്പോഴത്തേക്കും അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ചിന്തിക്കാതെ എന്ത് ചെയ്യാൻ പാടില്ല. തെറ്റാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല. അപ്പോ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. പക്ഷെ എന്ത് വേണം, ട്രൂത്ത്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം. അപ്പൊ അതെങ്ങനെ എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും പഠിക്കുന്നത്. എത്തിക്സ് മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ എങ്ങനെ മീഡിയ വഴി നേടിയെടുക്കാം എന്നുള്ളതാണ് യൂണിറ്റ് 10 പഠിക്കുന്നത്. ഇനി നമ്മൾ ബ്ലോക്ക് 3 വരുമ്പോൾ ജേർണലിസത്തെ കുറിച്ചാണ്. ജേർണലിസം സൊസൈറ്റിയൊക്കെ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, ജേർണലിസത്തിൽ വരുന്ന ന്യൂസുകൾ എന്തൊക്കെയാണ്, ആ ന്യൂസുകൾ എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നത്, അതുപോലെ ന്യൂസ് റിപ്പോർട്ടിംഗ് എന്തൊക്കെയാണ്, പവർ ഓഫ് ഇമേജ്,
ഇമാജിന്റെ പവർ എന്താണ്? പവർ ഓഫ് ഇമാജിൻ ഞാനൊരു കോട്ട് പറയാം. ഇമാജ് ക്യാൻ സേ തൗസൻഡ്സ് ഓഫ് വേർഡ്സ് എന്നാണ്. ഒരു ഇമാജിൻ എന്ത് ചെയ്യാൻ പറ്റും? ആയിരക്കണക്കിന് വേർഡുകൾ സംസാരിക്കാൻ പറ്റും. നമുക്കറിയാം, നമ്മളൊരു ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ മാഗസീൻ എടുത്ത് നോക്കിയാൽ, ഒരു ബുക്ക് എടുത്ത് നോക്കിയാൽ നമ്മളെ കണ്ണ് ആദ്യം അറ്റൻഷൻ പിടിക്കുന്നത് ഇമാജിലേക്ക് ആയിരിക്കും. എന്നിട്ട് നമ്മൾ ടെക്സ്റ്റിലേക്ക് പോകുള്ളൂ. സോ ദ പവർ ഓഫ് ഇമാജ് ഇസ് ബിഗ്. ഇമാജുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ ജേർണലിസത്തെ കുറിച്ചാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ബ്ലോക്ക് 3 പഠിക്കുന്നത്. ബ്ലോക്ക് 3 ഫസ്റ്റ് യൂണിറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് 11 വരുമ്പോൾ വാട്ട് മേക്ക് ന്യൂസ്, ന്യൂസിന്റെ ഡെഫിനിഷൻ എന്താണ്, എന്തൊക്കെയാണ് ന്യൂസിൽ അടങ്ങിയിരിക്കേണ്ടത്, ന്യൂസ് വർത്തിനെസ് എന്ന് പറയാം, അല്ലെങ്കിൽ ന്യൂസ് വാല്യൂ ഉള്ള കണ്ടന്റുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ന്യൂസ്. ബേസിക്കലി ന്യൂസ് എന്താണെന്ന് പഠിക്കുന്നതാണ് നമുക്ക് യൂണിറ്റ് 11 വരുന്നത്. യൂണിറ്റ് 12 നമ്മുടെ ബ്ലോക്ക് 3 രണ്ടാമത്തെ യൂണിറ്റ് ആണ്. ന്യൂസ് ഡെവലപ്മെന്റ്സ്, എങ്ങനെയൊക്കെയാണ് ഒരു ന്യൂസ് ഉണ്ടാവുന്നത്, ഐഡിയയും അതിനുശേഷം പ്ലാനിങ് വേണം, അതിനുശേഷം നമ്മൾ പ്ലാനിങ് ഉപയോഗിച്ച് നമ്മൾ ഈ ന്യൂസ് ഉണ്ടാക്കിയെടുക്കണം, ആ ന്യൂസിനെ എഡിറ്റ് ചെയ്യണം, അത് ഷെയർ ചെയ്യപ്പെടണം. അപ്പൊ ഒരു ന്യൂസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത്ര കണ്ട് പ്രോസസ് ഉണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ന്യൂസിന്റെ ഒരു ഡെവലപ്മെന്റ് പ്രോസസ്സിനെ കുറിച്ചാണ് ഇവിടെ യൂണിറ്റ് 12 നമുക്ക് പഠിക്കേണ്ടിയായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ന്യൂസിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്. ഇന്ന് നമുക്കറിയാം, ഒരുപാട് കണ്ടന്റുകൾ നമുക്ക് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്, അല്ലേ? കണ്ടന്റ് ബ്ലോഗേഴ്സ് തമ്മിൽ കോമ്പറ്റീഷൻ ആണ് വ്യൂവർഷിപ്പിനൊക്കെ വേണ്ടിയിട്ട്. സോ ചില വ്ളോഗേഴ്സിന്റെ വ്യൂവർഷിപ്പ് കൂടുന്നു ബിക്കോസ് അവരുടെ കണ്ടന്റ് ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്നു. അതെങ്ങനെയാണ് അവർ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തില് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ന്യൂസുകളെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അതിന്റെ ഡെവലപ്മെന്റ് എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെയുള്ള ടോട്ടൽ അവയർനെസ് ആണ് യൂണിറ്റ് 12 നമ്മൾ പഠിക്കുന്നത്. യൂണിറ്റ് 13 നമ്മുടെ ബ്ലോക്ക് 3 അവസാന ടോപ്പിക് അല്ലെങ്കിൽ യൂണിറ്റ് ആണ് ന്യൂസ് റിപ്പോർട്ടിംഗ് ആൻഡ് ദ പവർ ഓഫ് ഇമാജിൻ. നമ്മൾ നേരത്തെ സംസാരിച്ച ഒരു ഇമാജിൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ന്യൂസ് റിപ്പോർട്ടിംഗ് ടിവിയിലൂടെയും റേഡിയോയിലൂടെയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയും ന്യൂസ് പേപ്പറിലൂടെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂസുകൾ വരുന്നുണ്ട്. അതിനൊക്കെ സിമിലർ ഗോൾസ് ആണ്. പക്ഷെ ചില മാറ്റങ്ങൾ, ഡിഫറൻസ് ഈ ഓരോ മീഡിയകളുടെയും ന്യൂസ് റിപ്പോർട്ടിങ്ങിനുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ പഠിക്കും. അതുപോലെ തന്നെയാണ് ഇമാജസ് ആൻഡ് വിഷ്വൽസ്. വീഡിയോകൾക്കും ചിത്രങ്ങൾക്കും ഒരു പ്രാധാന്യമുണ്ട് ഈ ന്യൂസിൽ, ഇല്ലേ? നമ്മൾ ഏത് ന്യൂസ് ആണെങ്കിലും, പത്രത്തിലാണെങ്കിൽ ഇമാജസ് വരുന്നുണ്ട്, ചാനലുകളുടെ ന്യൂസ് ആണെങ്കിൽ അതിന്റെ ഒപ്പം വീഡിയോകൾ അവർ വരുന്നുണ്ട്. എങ്ങനെങ്കിലും ഇപ്പൊ ഒന്നും വേണ്ട, ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ അതിന്റെ വിഷ്വൽ എങ്ങനെ കിട്ടാന്നുള്ളതാണ് മീഡിയക്കാർ നോക്കിയിരിക്കുന്നത്. സോ വിഷ്വൽ കണ്ടിട്ടാണ് കൂടുതൽ ആളുകളിലേക്ക് അത് എത്തുന്നത്, അല്ലെ? കൂടുതൽ ആളുകൾ ഷെയർ ചെയ്യപ്പെടുന്നതൊക്കെ ആ ഒരു ന്യൂസ് ഇൻട്രസ്റ്റിംഗ് ആകുമ്പോഴാണ്, അതല്ലെങ്കിൽ അത് എൻഗേജിങ് ആകുമ്പോഴാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് 13 പഠിക്കുന്നത്. ഇനി അടുത്ത ബ്ലോക്ക് ആണുള്ളത്, ബ്ലോക്ക് 4 ആണ് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിലെ ലാസ്റ്റ് ബ്ലോക്ക് ആണ്, റെപ്രസെന്റേഷൻ ഓഫ് ഇന്ത്യ. നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇന്ത്യ ഈ ലിറ്ററസിക്ക് വേണ്ടിയിട്ട് റെപ്രസെന്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. റെപ്രസെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മെൻഷൻ ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയും. ഇവിടെ നമുക്ക് 3 യൂണിറ്റുകൾ തന്നെയാണ് അവസാന ബ്ലോക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. അവസാന ബ്ലോക്കിൽ ആദ്യ യൂണിറ്റിലേക്ക് വരുമ്പോൾ യൂണിറ്റ് 14 ഇൻഡസ്ട്രി കോഡ് ഓൺ ഡൈവേഴ്സിറ്റി ആൻഡ് റെപ്രസെന്റേഷൻ ആണ്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് ഈ മീഡിയ ഉണ്ടല്ലോ, നമ്മുടെ പല തരത്തിലും പല രീതിയിലാണ് നമ്മളെ മെൻഷൻ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പിന്നെ ബ്ലോക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ജെൻഡറിനെ നോക്കാം. ചില മീഡിയകള് ചില ജെൻഡറുകളെ വളരെ മോശമായ രീതിയിൽ അവതരിപ്പിക്കപ്പെടും. പ്രത്യേകിച്ച് സ്ത്രീകളെയൊക്കെ ഇന്ന് പല മീഡിയകളും കൈകാര്യം ചെയ്യുന്നത് പല രീതിയിലാണ്. ചില സിനിമകളൊക്കെ ഉണ്ട്, സിനിമ പവർഫുൾ പിന്നെ ആർട്ട് മീഡിയ ആണ്, സെവൻത്ത് ആർട്ട് മീഡിയമാണ് എന്ത് സിനിമ എന്ന് പറയുന്നത്. സോ സിനിമകളിലൂടെയൊക്കെ നമ്മള് ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ ഒരു മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന സിനിമകളുണ്ട്, അല്ലെ? അതുപോലെ തന്നെയാണ് ചില സിനിമകൾ ട്രാൻസ്ജെൻഡേഴ്സിനെ നല്ല രീതിയിൽ സൊസൈറ്റിക്ക് വേണ്ടി കാണിച്ചു കൊടുക്കുന്ന സിനിമകളും ഉണ്ട്. അതുപോലെ തന്നെയാണ് പുരുഷൻ സ്ത്രീ എന്നുള്ള വിവേചനം. നമുക്കറിയാം, ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന ഒരു സിനിമ ഒരു സ്ത്രീയുടെ കഷ്ടപ്പാടുകൾ, ഒരു ഇന്ത്യയിലെ പിന്നെ സ്ത്രീ കഷ്ടപ്പെടുന്ന, അടുക്കളയിൽ കഷ്ടപ്പെടുന്ന കാര്യങ്ങളെയാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി കാണിക്കുന്നത്. അപ്പൊ അത്തരത്തില് എങ്ങനെയൊക്കെയാണ് മീഡിയകൾ വഴി ജെൻഡറിനെയും റേസിനെയും
പിന്നെ റിലീജിയനൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ പുതിയ ഫോമാണ് വ്ളോഗുകളും വീഡിയോസും ഒക്കെ ഇല്ല. യൂട്യൂബിലൊക്കെ വ്ളോഗേഴ്സ് കൂടുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ അല്ലെ. വ്ളോഗേഴ്സിന്റെ ഒക്കെ പേര് മാറി ഇപ്പം നമ്മൾ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെയാണ് ഇപ്പൊ നമ്മൾ പറയാറ്. അപ്പം അത്തരത്തിലുള്ള കണ്ടന്റുകളും നമ്മളിലേക്ക് എത്തുന്നുണ്ട്. അവരൊക്കെ എങ്ങനെയാണ് മീഡിയയെ കൈകാര്യം ചെയ്യുന്നത്, അവരൊക്കെ എങ്ങനെയാണ് പിന്നെ പലതരത്തിലുള്ള ഡൈവേഴ്സിറ്റിയെ, ജെൻഡർ ഡൈവേഴ്സിറ്റിയെ, അല്ലെങ്കിൽ കാസ്റ്റ് ഡൈവേഴ്സിറ്റി, അല്ലെങ്കിൽ റിലീജിയൻസ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വ്യത്യസ്തതയാർന്ന അല്ലെ, ഇതിനൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് ഇവിടെ നമ്മൾ യൂണിറ്റ് 40 പഠിക്കുന്നത്. യൂണിറ്റ് 50 വരുമ്പോൾ ടെലിവിഷൻ എന്താ, ഫിലിം, പ്രിന്റ് പബ്ലിഷിംഗ് ഒക്കെ അതുമായി ബന്ധപ്പെട്ട് അതിലൂടെ വരുന്ന പിന്നെ റെപ്രസെന്റേഷൻസ്, അതായത് ടെലിവിഷനിലൂടെ വിമണിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അതേപോലെ ഫിലിംസിലൂടെ വിമണിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, പ്രിന്റ് പബ്ലിഷിങ്ങിലൂടെയൊക്കെ സ്ത്രീകളെ എങ്ങനെയാണ് പിന്നെ റെപ്രസെന്റ് ചെയ്യുന്നത്. സ്ത്രീകളുടെ കാര്യമല്ല, സ്ത്രീകളെയും റിലീജിയനെയും പുരുഷനെയും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയെയും സൊസൈറ്റിയും ഒക്കെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള മീഡിയകൾ പിന്നെ നമ്മൾക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ഓവർവ്യൂ ആണ് യൂണിറ്റ് 50 വരുന്നത്. ഇനി നമ്മുടെ അവസാന യൂണിറ്റിലേക്ക് വരുമ്പോൾ മ്യൂസിക്കിലൂടെയും വീഡിയോസിലൂടെയും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇന്ന് നമുക്കറിയാം വേടൻ എന്ന് പറയുന്ന ഒരു നമ്മുടെ പ്രധാനപ്പെട്ട കേരളത്തിൽ ഇന്ന് ഇൻഫ്ലുവൻസർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മ്യൂസിക് പിന്നെ പെർഫോമർ ആണ് അല്ലെ വേടൻ. അപ്പൊ വേടന്റെ പല സോങ്ങിലൂടെയും പല സൊസൈറ്റിയെ പല രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തില് മ്യൂസിക്കലിലൂടെയും വീഡിയോയിലൂടെയൊക്കെയുള്ള കണ്ടന്റുകൾ കാണാൻ ആളുകൾക്ക് ഭയങ്കര താല്പര്യമാണ്. പ്രധാനമായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന യൂട്യൂബിലൂടെയൊക്കെ നമ്മളിലേക്ക് എത്തിക്കുന്ന ഇത്തരത്തിലുള്ള മ്യൂസിക് വീഡിയോ പ്ലാറ്റ്ഫോമുകൾ അല്ലെ കണ്ടന്റുകളിൽ എങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത്, സൊസൈറ്റി എങ്ങനെയൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഫേക്ക് ന്യൂസുകൾ എങ്ങനെയൊക്കെയാണ് ഇതിലൂടെ ഷെയർ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവസാന യൂണിറ്റ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ആൻഡ് മ്യൂസിക് വീഡിയോസ് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു സബ്ജക്ട് നിങ്ങളൊന്ന് എടുത്തു നോക്കുക. അതിന്റെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നോക്കുക. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യങ്ങളെ കുറിച്ചൊന്ന് ഒരു ഓവർവ്യൂ നിങ്ങൾ ഒന്ന് നോക്കുക. ഇനി അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് യൂണിറ്റ് 1 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ, അതായത് ബ്ലോക്ക് 1 എന്തൊക്കെയാന്നുള്ളതാണ് അടുത്ത കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ പഠിക്കുന്നത്. അതിൽ യൂണിറ്റ് 1 എന്തൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്, എന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതുവരത്തേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.